ഇപ്പൊ അതിനകത്ത് ഒരു സോങ് സീക്വൻസ് ഉണ്ട്. ആദ്യത്തെ ഒരു സോങ് സീക്വൻസ് ആണ്. അപ്പം ഇതിന് ആ ഒരു സോങ് സീക്വൻസിൽ കാണിക്കുന്നത് ഈ രണ്ട് പയ്യന്മാര് ഈ വാഴയൊക്കെ പൊക്കി പിടിച്ച് ഇങ്ങനെ പണിക്ക് പോകുന്നു. അങ്ങനെ ഇവന്മാരുടെ കഷ്ടപ്പാടാണ് ആ സോങ്ങിൽ കാണിക്കുന്നത്. അതിനകത്ത് ഒരു ഷോട്ട് ഉണ്ട്. ഒരു ഷോട്ടിൽ ഈ രണ്ട് കുട്ടികൾ ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ്. അപ്പൊ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഇമാരുടെ തലയിൽ വാഴ ഇരിപ്പുണ്ട്. ബാക്കി പിള്ളേരെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുക, എഴുതിക്കൊണ്ടിരിക്കുക, എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഒരു ക്ലാസ് റൂം എടുത്തു കഴിഞ്ഞാൽ ആ ക്ലാസ് റൂമിലുള്ള എല്ലാ കുട്ടികളും വിവിധ എക്കണോമിക് റിലേഷൻഷിപ്പ് വഴി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ കാണുന്നില്ല. നമ്മൾ നമ്മുടെ ഓരോ ദിവസം നമ്മൾ ഒരു ക്ലാസ് റൂമിൽ പോകുന്ന സമയത്ത് ഈ കുട്ടികളൊക്കെ ഏത് എക്കണോമിക് റിലേഷൻ വഴിയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നില്ല, കാണുന്നില്ല, നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതിനെയാണ് ബേസിക്കലി ആ ഒരു ഷോർട്ട് കൊണ്ട് കാണിക്കുന്നത്. അതായത് ഈ ഒരു എന്താണ് ഒരു അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഈ ഒരു ലോവർ കാസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് അവരുടെ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത ആഴ്ച വാഴ ചുമക്കാൻ പോണമല്ലോ, ഇത് ചുമന്നതിന്റെ വേദനയും ബുദ്ധിമുട്ടിനെ പറ്റിയിട്ടൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അത് ചുമന്നതിന്റെ ക്ഷീണത്തിലൊക്കെയാണ് അവർ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. മനസ്സിലായോ? പക്ഷെ ഈ ഒരു പ്രശ്നം ഈ ബാക്കിയുള്ള കുട്ടികൾക്കില്ല. ബാക്കിയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിക്കാനായിട്ട് വരുന്നത്. അച്ഛനും അമ്മയും സ്കൂളിൽ പറഞ്ഞു വിട്ടിരിക്കുന്നു, തള്ളി വിട്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ സ്കൂളിൽ പോയി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള കുട്ടികൾ വരുന്നത്. അപ്പൊ ഈ കുട്ടികൾ ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഒരു ടീച്ചർ എന്തോ ഇവന്മാര് ബഹളം വെക്കുകയോ പാട്ട് പാടുകയോ എന്തോ ചെയ്യുന്ന സമയത്ത് അവൻ വഴക്ക് പറയുമ്പോ ഈ പറയുന്ന ഇതാണ്, നീയൊക്കെ വാഴ ചുമക്കാൻ പോയിട്ട് നിനക്കൊക്കെ അഹങ്കാരത്തിന് ഒരു കുറവില്ലടാ എന്ന് പറയും. മനസ്സിലായോ? ഒരു ടീച്ചർ വഴക്ക് പറയാണ്. അതേപോലെ ഒരു ടീച്ചർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ കുട്ടി ക്ലാസ്സിൽ ഫസ്റ്റ് ആണ്, ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച കുട്ടിയാണ്, അതെ, ഹീറോ എന്ന് പറയുന്ന കുട്ടി. അപ്പൊ അവൻ നല്ല മാർക്ക് വാങ്ങിക്കുമ്പോഴും ടീച്ചർ നിന്നെ പറ്റി എന്റെ കഴുത്ത് ഇങ്ങനെ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാൻ ഇങ്ങനെ വാഴ നോക്കാൻ പോയതാണ് കഴിഞ്ഞ ദിവസം, അതിന്റെയാണ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ടീച്ചർ പറയണം, ഓ, ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ ഉള്ള ആൾക്കാരുടെ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. പിള്ളേരെ പണിക്ക് വിടുന്ന എത്ര പറഞ്ഞാൽ മനസ്സിലാവില്ല. ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേരെ സ്കൂളിൽ വിടുന്നത് തന്നെ എത്ര വാഴ ഉണ്ടെന്ന് എണ്ണാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ വിടുന്നതെന്നാണ് ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ന്യായം പറയുന്നത്. ഇവർക്കൊക്കെ നാണമില്ലേ എന്ന് പറയുന്ന ഒരു ചെറിയ കമന്റ് പാസ് ചെയ്തിട്ട് എല്ലാവരും കൈയടിക്കും. എല്ലാവരും നമ്മുടെ ശിവാനന്ദിന് വേണ്ടി കൈയടിക്കും എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ആ ടീച്ചർ അവിടെ ആ സ്റ്റേറ്റ്മെന്റ് എൻഡ് ചെയ്യുന്നത്.